ഇന്ന് സംസാരിക്കുന്ന വിഷയം ഇൻട്രൊഡക്ഷനാണ്. പല ആൾക്കാരും ഒരാളിനെ പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പല ആൾക്കാർക്ക് പറയില്ല. ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതി ഉണ്ടാക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വ്യക്തമായി നിങ്ങളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ കഴിയും. ഇത് നിങ്ങൾ ഒന്ന് എഴുതി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുമായി നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹവുമായി വളരെയധികം അടുത്ത് പോകാൻ പാടില്ല. ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അവരുടെ ഒരു ഓറയുണ്ടല്ലോ, അതിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല. 2, ഒരാളിനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അത് ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കാൻ പാടില്ല, വളരെ ലൂസായിട്ട് പിടിക്കാൻ പാടില്ല. അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് വേണം ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ. ഷേക്ക് ഹാൻഡിൻ്റെ ഡ്യൂറേഷനും ഒരുപാട് വാല്യൂ ഉണ്ട്. ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൈ ഹൃദയത്തോട് ചേർക്കണം എന്നാണ് പറയുന്നത്. ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ കൈ പോക്കറ്റിൽ ഇട്ട് തുടയ്ക്കാനോ ബാഗിൽ തുടയ്ക്കാനോ പാടില്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അതിനുശേഷം കൈ ഹൃദയത്തോട് ചേർക്കുക. ഒരാളുമായി ഇന്ന് ആദ്യമായി കണ്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെന്നും ആ ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ഒരു താങ്ക് യു നോട്ട് അയക്കുന്ന ശീലം ഹാബിറ്റ് ഉണ്ടാക്കൂ. നിങ്ങളെ ഇന്നലെ ഞാൻ അവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇനിയും നമ്മളെ സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോകട്ടെ. പിറ്റേ ദിവസം ഒരു താങ്ക് യു നോട്ടായിട്ട് അയക്കാം, ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ 2ാമത്തെ ദിവസം വിളിക്കുമ്പോൾ താങ്കളെ ഇന്നലെ പരിചയപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തുടർന്ന് നമ്മുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ആശിക്കുന്നു. ഇനിയും കാണാം, ഓക്കെ ബൈ എന്ന രീതിയിൽ ആ ബന്ധങ്ങളെ കണക്റ്റഡായി കൊണ്ടുപോകാൻ നമുക്കാകണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധമാണ്. ജയ് ഹിന്ദ്.